നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒന്നും രാഹുലിനെതിരായിട്ട് ഇതുവരെ പോലീസിൻ്റെ പക്കലില്ല. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഒരു പാഠമാണ് നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പേടിപ്പിച്ചാൽ പോവില്ല. എം എൽ എയുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. അതിന് തടസ്സം നിൽക്കാനായിട്ട് എതിർചേരിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമില്ല. അവർ പ്രതിഷേധിച്ചിട്ട് പൊക്കോളൂ. പക്ഷേ എം അവിടെ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇയാൾ എം അല്ലേ? എം സർക്കാർ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? എം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എം ക്വാർട്ടേഴ്സിന് മുമ്പിൽ പ്രതിഷേധം നമ്മൾ കണ്ടല്ലോ. അതിലപ്പുറമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരക്രമം ഒന്നും ഇനി നടക്കില്ല. നടക്കുന്നിരുന്നാൽ ആൾക്കാർ അത് കൈകാര്യം ചെയ്യും. എം സ്വതന്ത്രനായാലും ശരി, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ലൈംഗികാരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് നിയമസഭയിൽ എത്തിയില്ല. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിന്നു എന്നാണ് ലഭിക്കുന്ന വിശദീകരണം. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ രാഹുൽ നിയമസഭയിൽ എത്തിയിരുന്നു. നിയമസഭയിൽ ഇന്ന് എത്തേണ്ടതില്ല എന്ന് പാർട്ടി രാഹുലിനെ അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളിൽ സഭയിലെത്തി ആ ഒരു പോരാട്ടത്തിന് തടസ്സമാകേണ്ട എന്ന വിലയിരുത്തലിലാണ് ഈ നിലപാട് എടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ആദ്യ ദിനം എത്തിയതോടെ ഇനി എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കങ്ങൾ? സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുമോ? പോയാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്നീ വിഷയങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എത്തിയിരുന്നു. സാർ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തതുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുമണ്ഡലത്തിൽ സജീവമാകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ നിയമസഭയിലേക്കുള്ള വരവിലൂടെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനെ എന്തിനാ തടഞ്ഞു നിർത്തുന്നത്? പാലക്കാട്ട് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയല്ലേ? MLA ആണ്. MLA സ്ഥാനം രാജിവെച്ചിട്ടുമില്ല. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ അംഗത്തുനിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. എങ്കിലും MLA ആണ്. MLA സ്വതന്ത്രനായാലും ശരി, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം അടുത്ത MLA വരുന്നിടം വരെ അവിടുത്തെ പല പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ MLA ആയാലും ശരി, ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും സ്വതന്ത്രനായാലും ശരി, തിരഞ്ഞെടുക്കപ്പെട്ട ആ MLA അവിടുത്തെ നാട്ടുകാർ വോട്ട് ചെയ്തവരുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുന്നോട്ട് വരും. അതിൻ്റെ പ്രാരംഭമായിട്ടാണ് അദ്ദേഹം അസംബ്ലിയിലെ ഈ സമ്മേളനത്തിൽ തിങ്കളാഴ്ച വന്ന് അദ്ദേഹം ഹാജർ വെച്ചിട്ട് പോയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയപ്പോൾ വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ സഭയ്ക്ക് പുറത്ത് SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മണ്ഡലത്തിലെത്തുമ്പോൾ പ്രതിഷേധത്തിന് സാധ്യതയില്ല. ഇപ്പോൾ തന്നെ BJPയും DYFIയും രാഹുലിനെ തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ MLA ക്വാർട്ടേഴ്സിന് മുമ്പിൽ പ്രതിഷേധം നമ്മൾ കണ്ടല്ലോ. അതിലപ്പുറമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരക്രമം ഒന്നും ഇനി നടക്കില്ല. നടക്കുന്നിരുന്നാൽ ആൾക്കാർ അത് കൈകാര്യം ചെയ്യും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ പാലക്കാട്ട് ജാതിമത ചിന്തകൾക്കപ്പുറം ചെറുപ്പക്കാരുടെ ഒരു വലിയ വൃന്ദം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ഭൂരിപക്ഷം കിട്ടിയത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ രീതിയിൽ അദ്ദേഹം സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ചിലപ്പം മ്ലേച്ഛമായ ചില പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും. അതൊക്കെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഭാഷ സഭ്യമായ ഭാഷയല്ല, അസഭ്യം കലർന്ന ചില ദ്വയാർത്ഥങ്ങളുള്ള ചില സെക്ഷൽ റിമാർക്കോട് കൂടിയാണ് അവരുടെ സംസാര രീതി. അത് 10, 40, 45 വയസ്സ് വരെയുള്ളവർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതിന് ഗാന്ധിയന്മാർ അദ്ദേഹത്തിനെ പുറത്താക്കിയത് ശരിയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഗാന്ധിയൻ ആദർശം എല്ലാവർക്കും നല്ലതാണ്. ഗാന്ധിജിയുടെ ആദർശം പിന്തുടരുന്ന കോൺഗ്രസ്സുകാർ ധാരാളം പേരുണ്ട്. അവരൊക്കെ പ്രായമായവരാണ്. അവർക്കൊന്നും സമൂഹത്തിലെ വോട്ട് ഈ പറയുന്ന രീതിയിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം അവിടെ സ്ട്രേഞ്ചർ അല്ലേ? അദ്ദേഹം
പത്തനംതിട്ടക്കാരനാണ്, അടൂർകാരനാണ്. പക്ഷേ മത്സരിച്ചത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ തന്നെയായിരുന്നു. പക്ഷേ സമയമായപ്പം അദ്ദേഹത്തിന് അപരിചിതമായ ആ പാലക്കാട്ട് പോയി മത്സരിച്ചു. വൻ ഭൂരിപക്ഷത്തോട് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആ ധാര, അതുപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ, അതൊക്കെ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ, ചെറുപ്പക്കാർ, 35-40 വയസ്സിനകമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ്. അതിലാണ് അട്രാക്ഷൻ. അതുപോലെ ഷാഫി പറമ്പിലെ നമുക്കറിയാമല്ലോ, അദ്ദേഹം ചെല്ലുന്നിടത്തും ചെറുപ്പക്കാർ കൂടുന്നുണ്ട്. ജാതി മത ചിന്തയില്ലാതെയാണ് കൂടുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നിന്ന് മാറ്റിയത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതിയെ സമീപിച്ച് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാമെന്ന് സാർ ഇന്നലെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നിയമപരമായി നീങ്ങാൻ സാധിക്കുക? MLA ആണ്. ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാം. അതിലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിർപ്പാരൊക്കെയാണ്? BJPക്കാരുണ്ട്, CPMലെ DYFI SFIക്കാരുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പിന്നിൽ നിൽക്കുന്ന ചില വ്യക്തികളുമുണ്ട്. അവർ വരട്ടെ. പക്ഷേ ഇയാൾ MLA അല്ലേ? MLAക്ക് സർക്കാർ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? MLA അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പട്ടയം കൊടുക്കാത്ത കുറേ പാവങ്ങൾ, ഹരിജനങ്ങളുണ്ട്. അവർക്ക് പട്ടയം കൊടുക്കണമെന്ന് അവിടുത്തെ വില്ലേജ് അധികാരികളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിയെ സജീവമാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. പാർട്ടിയിലെ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തോട് എതിർപ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. MLAയുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. അതിന് തടസ്സം നിൽക്കാനായിട്ട് എതിർചേരിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമില്ല. അവർ പ്രതിഷേധിച്ചിട്ട് പൊക്കോളൂ. പക്ഷേ MLA അവിടെ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, കേസ്, ഇതൊന്നും നിലനിൽക്കില്ല എന്ന ഏതെങ്കിലും തിരിച്ചറിവിൽ നിന്നാണോ രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള ആദ്യ ദിവസത്തെ വരവും ഒപ്പം തന്നെ പൊതു ഇടത്തിലേക്കുള്ള മടങ്ങിവരവും? അങ്ങനെയാകാനാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടം നല്ല ബുദ്ധിയുള്ള ആളാണ്, പ്രായോഗിക ആളാണ്, രാഷ്ട്രീയം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ്. 18 വയസ്സ് തികഞ്ഞപ്പം തന്നെ അദ്ദേഹത്തിന് എതിർചേരിയിലുള്ള ഒരു കേസിൽ കുരുക്കി റിമാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം അദ്ദേഹം റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അപ്പം സബ് ജയിലിൽ കിടന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനൊരു പാഠമാണ് നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പേടിപ്പിച്ചാൽ പോവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കം തീർച്ചയായിട്ടും ഒരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പ്രായമുള്ളവർ അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. അവർ അടുത്ത ഇലക്ഷനിൽ ജയിച്ചു കയറി വരാൻ സംശയമുള്ളവരൊക്കെ തന്നെ. കാരണം ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ അഗ്രസീവായ നടപടി അത് കോൺഗ്രസിന് ഒരിക്കലും ചേർന്നതല്ല. പക്ഷേ ഒരു ഗാന്ധിയൻ ആദർശം വെക്കുന്ന നേതാവിന് അത് നല്ലതാണ്, ഇമേജ് വർദ്ധിക്കുമെന്ന് തോന്നും. പക്ഷേ വോട്ട് വീഴില്ല. സാർ, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പുറത്തു വന്ന ഓഡിയോ രാഹുലിൻ്റെതാണോ എന്ന് ചോദിച്ചപ്പോൾ അത് നിഷേധിക്കുക പോലും രാഹുൽ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകില്ലേ? സംശയം എല്ലാ കാര്യത്തിലുണ്ടല്ലോ. ഇപ്പം അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് FIR എടുത്തിരിക്കുന്നു. അത് സംശയത്തിലല്ലേ? അതിനൊരു വാദിയില്ലല്ലോ, അതിനകത്ത് ഒരു വിക്ടീം ഇല്ലല്ലോ. തേർഡ് പാർട്ടി 10-11 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെച്ചാൽ അവർ മറ്റൊരാൾ കുറ്റം ചെയ്തു പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോലീസ് FIR ആ രീതിയിൽ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് എവിഡൻസ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു കോഗ്നിസൻസ് ഇല്ലാത്ത FIR ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിരായിട്ട് ഒരു നടപടിക്കും പോലീസിന് കഴിയില്ല. കാരണം ഇപ്പം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത് എവിഡൻസ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് എവിഡൻസ് അല്ല, അത് ഹൈപ്പോത്തറ്റിക്കൽ തിയറിയാണ്. ഒരു ആകാശത്ത് നിൽക്കുന്ന എന്തൊക്കെ പറ്റി നമ്മൾ ഭാവന മുളച്ചു പൊന്തിയ ചില കാര്യങ്ങളാണ്. ഹൈപ്പോത്തറ്റിക്കൽ തിയറിയിൽ ഒരു FIR എടുക്കാൻ കഴിയില്ല. അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം പോലീസിന് ഒരു തരത്തിലും അത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ കഴിയില്ല. കാണിക്കുന്നതെല്ലാം അന്തരീക്ഷത്തിൽ വരച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒന്നും രാഹുലിനെതിരായിട്ട് ഇതുവരെ പോലീസിൻ്റെ പക്കലില്ല. സാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് കോൺഗ്രസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കാരണം ഞാൻ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ
ഇപ്പോൾ ഇത്ര ശക്തമായ നടപടി കോൺഗ്രസ് എടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു FIR ഇതുവരെ ഇല്ല. അതിനകത്തൊരു കോഗ്നിസൻസ് എടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം സ്റ്റേറ്റ്മെൻറ്റ് പലരും തേർഡ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനൊരു FIR എടുത്തത് തന്നെ മണ്ടത്തരം എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പോലീസിന് അവകാശമില്ല. അത് എടുത്തിരിക്കുന്നതിന് ഒരു SHO ആണെന്ന് പറയാൻ ഒക്കില്ല. ഒരു SHO ആണെന്ന് ടെക്നിക്കലായിട്ട് പറയാം. ഒരു പോലീസ് സ്റ്റേഷനിലെ SHO എടുക്കുന്ന ഒരു FIRഉം ക്രൈംബ്രാഞ്ച് എടുക്കുന്ന FIR രണ്ടും വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയാം. പ്രാഥമികമായ ഒരു കുറ്റം ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവിടെ തന്നെയാണ് കേസെടുക്കുന്നത്. അവർ തന്നെയാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. പക്ഷേ 154 CRPCയിൽ അല്ലെ 173 VNSൽ പറയുന്നത് എടുക്കാവുന്ന കുറ്റം ആയിരിക്കണം എങ്കിൽ മാത്രമേ SHOയ്ക്ക് എടുക്കാൻ കഴിയൂ. ഇവിടെ എടുക്കാവുന്ന ഒരു കുറ്റമില്ല, അത് വെളിപ്പെട്ടിട്ടില്ല. 2-3 സ്ത്രീകൾ അവർ ചില ജൽപ്പനങ്ങൾ നടത്തിയെന്നേ പറയാൻ ഒക്കുള്ളൂ. അതിനകത്ത് കോഗ്നിസൻസ് ഇല്ല. അതുകൊണ്ട് അവരുടെ മൊഴിയിൽ ഒരു FIR എടുക്കുന്നത് അനുചിതമാണ്, നിയമവിരുദ്ധമാണ്. കാരണം ആ മൊഴിക്കകത്തൊന്നുമില്ല. രാഹുലിൻ്റെ പേര് റിനി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. ചില ഡയറക്ഷൻസ് ഇൻഡയറക്ഷൻ ആണ്. രണ്ടാമത് മൊഴി എടുത്തിട്ടും അങ്ങനെയൊക്കെ തന്നെ. ഒരു ഒഫൻസ് രാഹുൽ ചെയ്തു എന്ന് അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതല്ലാതെ അങ്ങനെ ഒരു സംഭവം നടന്നതിനായിട്ട് പോലീസിൻ്റെ കയ്യിൽ എവിഡൻസ് ഇല്ല. ഇതുവരെ പരാതി കൊടുത്തവരുടെ കയ്യിലില്ല. അത് ഇൻഡയറക്റ്റായിട്ട് വല്ലവരുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് എടുക്കുന്നത് ശരിയല്ല. ഒരു വിക്ടിം വേണം. ഇതിനകത്ത് വിക്ടിം ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല.